എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ഹൈപ്പ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ബാലേന്ദ്രൻ ആ ബാങ്ക് മാനേജറെ വിളിക്കുവാണ്. എന്നിട്ട് മകനൊന്ന് കൊടുക്കാവോ എന്ന് ചോദിക്കും. അവന് കൊടുത്ത് കഴിയുമ്പം ചോദിക്കുന്നുണ്ട്, ഞാൻ ബാലേന്ദ്രനാണ്, ഇങ്ങനെ രോഹിത് ബാലേന്ദ്രൻ്റെ അച്ഛനാണ്, ഇന്ന് അവൻ കോളേജിൽ വന്നായിരുന്നു മോനെ എന്ന് ചോദിക്കുവാണ്. അന്നേരം എത്തിയിട്ടില്ല എന്ന് പറയുമ്പം ഇന്ന് വന്നേ ഇല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറയും. അന്നേരം ഫോം വയ്ക്കും ബാലേന്ദ്രൻ. അതിന് ആകെ വിഷമാവുന്നുണ്ട് ബാലേന്ദ്രന്, രോഹിത് കള്ളം പറഞ്ഞല്ലോ എന്നോർത്ത്. എന്നിട്ട് അലീനോട് പറയുന്നുണ്ട്, ഇന്ന് അവൻ കോളേജിൽ ചെന്നിട്ടില്ല, മോള് പറഞ്ഞത് നേരാണ് എന്നിങ്ങനെ പറയുമ്പം അലീന പറയുന്നുണ്ട്, അച്ഛൻ അവനോടൊന്ന് സംസാരിക്കണം, ഇപ്പം തന്നെ സമയം ഒരുപാട് വൈകി, എങ്കിലും കുഴപ്പമില്ല, അവനോട് അവനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം, അവനോട് കുറേ നേരം അച്ഛനെ സംസാരിക്കണം എന്നൊക്കെ പറയുന്നു. ആയിക്കോട്ടെ എന്ന് പറഞ്ഞാൽ ബാലേന്ദ്രൻ മുകളിലോട്ട് കയറി പോവാണ്. ബാലേന്ദ്രനും ആകെ ടെൻഷനും വിഷമമൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഈ സമയം റൂമിലാണെങ്കിൽ ആകെ പേടിച്ച് വിറച്ച് കിടക്കുവാണ് രോഹിത്. ബാലേന്ദ്രൻ പോയി കതകിന് മുട്ടുമ്പോഴും ചാടി എഴുന്നേറ്റ് പേടിച്ചാണ് നോക്കുന്നത്. കുറേ നേരം പേടിച്ച് വിറച്ച് അവിടെ നിൽക്കും. എന്നിട്ടാണ് വാതിൽ ഓർക്കുന്നത്. വാതിൽ ഓർക്കുമ്പം ബാലേന്ദ്രൻ ഇങ്ങനെ കുറച്ച് നേരം മുഖത്തേക്ക് നോക്കിയിരുന്നിട്ട് വളരെ കൂളായിട്ട് ചോദിക്കുകയാണ്, നീ ഇന്ന് ഭക്ഷണം കഴിച്ചില്ലേ എന്ന് ചോദിക്കും. അന്നേരം ഇല്ല ഭക്ഷണം കഴിച്ചില്ല എന്ന് പറയുമ്പോൾ, അതിനെ കഴിക്കാത്ത നമുക്ക് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാമെന്ന് പറയുമ്പോൾ, വേണ്ട എനിക്ക് വിശക്കുന്നില്ല എന്ന് പറയും. അന്നേരം അതെന്താ നിനക്ക് വിശക്കാത്തതെന്ന് ചോദിക്കുമ്പോൾ, ഞാനിന്ന് പുറത്തുനിന്ന് ഫുഡ് കഴിച്ചു, പൊറോട്ടയും ചിക്കനും കഴിച്ചായിരുന്നു, അതുകൊണ്ട് എനിക്ക് ഭക്ഷണം വേണ്ട എന്ന് പറയും. എന്നിട്ട് ബാലേന്ദ്രൻ ചോദിക്കും, നീ ഇന്ന് ഹോസ്പിറ്റലിൽ പോയായിരുന്നു എന്ന്. ഞാൻ പോയായിരുന്നു എന്ന് പറയുമ്പോൾ ബാലേന്ദ്രൻ ഇങ്ങനെ ഒന്ന് സൂക്ഷിച്ച് നോക്കിയിട്ട്, നീ ഇന്ന് ഹോസ്പിറ്റലിൽ ചെന്നില്ലായിരുന്നു എന്ന് വൈദ്യ പറഞ്ഞല്ലോ എന്ന് പറയും. അന്നേരം അവൻ പറയുവാണ്, അതെ ഞാൻ ചെന്നായിരുന്നു, അകത്ത് കയറിയില്ല എന്ന്. അന്നേരം ബാലേന്ദ്രൻ ചോദിക്കും, അതെന്താ അകത്ത് കയറാത്തെ, നീ അമ്മയെ കാണാനല്ലേ ഹോസ്പിറ്റലിലോട്ട് പോയത് എന്ന് ചോദിക്കുമ്പം രോഹിത് പറയുവാണ്, അമ്മയെ കാണാനാണ് പോയത്, പക്ഷെ ഞാൻ ചെല്ലുമ്പം റൂമിൽ ഡോക്ടറും നേഴ്സും ഒക്കെ ഉണ്ടായിരുന്നു, അവരെ അമ്മയെ ചെക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു, അപ്പോൾ പിന്നെ വെയിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കോളേജിൽ ചെല്ലാൻ താമസിക്കും, അതുകൊണ്ട് ഞാൻ അമ്മയെ കാണാതെ പോകുന്നുവെന്ന്. അന്നേരം അവിടുന്ന് നീ നേരെ കോളേജിലേക്ക് പോയോ എന്ന് ചോദിക്കുമ്പോൾ പോയി എന്ന് പറയും. അന്നേരം ബാലേന്ദ്രൻ, ഇന്ന് നീ കോളേജിലും ചെന്നിട്ടില്ലെന്ന് ഞാൻ അറിഞ്ഞല്ലോ എന്ന് പറയുക. അന്നേരം അതാരാ പറഞ്ഞേ, ആര് പറഞ്ഞാലും അത് പച്ചക്കള്ളവായെന്ന് പറയുമ്പം, എന്തിനാ രോഹിത്തെ നീ എന്നോട് നുണ പറയുന്നത്, ഒരു കാര്യം ചെയ്യാം, നമുക്ക് നാളെ ഒരുമിച്ച് കോളേജിലേക്ക് പോവാം, അപ്പോൾ അറിയാലോ നാളെ ഇന്ന് നീ കോളേജിൽ ചെന്നായിരുന്നോ ഇല്ലയോ എന്ന്. സത്യം നമുക്ക് അന്നേരം അറിയാമെന്ന് പറയുമ്പം രോഹിത് ചോദിക്കാം, അതെന്താ അച്ഛൻ എന്നെ വിശ്വാസമില്ലെങ്കിൽ അച്ഛൻ എൻ്റെ കൂടെ പോരെ, എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറയുമ്പം, വിശ്വാസവും കേടുമൊക്കെ നമുക്ക് നാളെ തീരുമാനിക്കാം എന്ന് പറയുന്നു. അന്നേരം ഞാൻ കിടന്നോട്ടെ, എനിക്ക് ഉറക്കം വരുക എന്ന് പറയും രോഹിത്. അന്നേരം കിടന്നോ, നല്ല സുഖമായിട്ട് കിടന്ന് ഉറങ്ങിക്കോ എന്ന് പറയുന്നു. അവൻ പെട്ടെന്ന് വാതിലടയ്ക്കുന്നു. കുറച്ച് നേരം സംശയിച്ച് നോക്കി നിന്നിട്ട് ബാലേന്ദ്രൻ ഇറങ്ങി പോരുന്നുണ്ട്. റൂമിലാണെങ്കിൽ അവൻ ആകെ ടെൻഷനോടെ തലേണെടുത്ത് എറിയുന്നു, തറയിലിരുന്ന് കരയുന്നു, അങ്ങനെ ആകെ മനോനില തെറ്റിയ രീതി കാണിക്കുന്നുണ്ട്. ആകെ വിഷമിച്ച് സങ്കടപ്പെട്ടിങ്ങനെ ഇരിക്കുവാണ്. ഈ സമയം ഹരി ഭയങ്കര കൂളായിട്ട് അവൻ്റെ വീടിൻ്റെ പുറത്തുള്ള ഊഞ്ഞാലിൽ ആടിക്കൊണ്ടിരിക്കുവാണ്. എന്നിട്ട് ആ കൂടെയുള്ളതിനെ വിളിക്കും. അന്നേരം അവന് ഭയങ്കര ടെൻഷനാണ്. അവൻ ചോദിക്കുന്നുണ്ട്, എടാ നീ അത് കഴിഞ്ഞ് അവളെ വിളിച്ചായിരുന്നോ, അവൾ എന്താ പറഞ്ഞത്, എനിക്ക് ആകെ ടെൻഷൻ ആകുന്നുണ്ട്, അവൾ ഇതുവെല്ലാം പോലീസിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാം കുടുങ്ങും, പിന്നെ നമ്മുടെ ജീവിതം സെൻട്രൽ ജയിലിലായിരിക്കും എന്നൊക്കെ പറയുമ്പം ഹരി വളരെ കൂളായിട്ട് പറയുക, അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകാൻ പോകുന്നില്ല, ഞാൻ അവൾക്ക് ഓൾറെഡി 10,25,000 രൂപ കൊടുത്താണ് വിട്ടത്, ഇനിയും 1,00,000 രൂപയും കൂടെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്, അത് നമ്മളെല്ലാവരും കൂടി കളക്ട് ചെയ്യണം, പിന്നെ എൻ്റെ കയ്യിൽ കിടന്ന ഗോൾഡ് റിങ്ങും അവൾക്ക് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് ഇതൊന്നും ഒരു പ്രശ്നമാകുകയില്ല എന്നൊക്കെ പറയുമ്പം മറ്റവൻ പറയുന്നുണ്ട്, എടാ അവൾ ആകെ ഒരു കിളിപോയ അവസ്ഥയിലാണ് അവിടുന്ന് പോയത്, അതുകൊണ്ട് തന്നെ അവൾ വീട്ടിൽ പോയും ഇങ്ങനെയൊക്കെ കാണിച്ചിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളവർക്കൊക്കെ സംശയം തോന്നും, അങ്ങനെ കുത്തി ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവളെല്ലാം പുറത്ത് പറയും, അങ്ങനെയാണ് പല പ്രശ്നങ്ങളും പുറത്താകുന്നത്, അങ്ങനെ എന്തെങ്കിലും പറഞ്ഞാൽ എന്താ ചെയ്യുന്നത്, എനിക്ക് ഓർത്തിട്ട് പേടിയാവുക, നീ അവളെ വിളിച്ചിട്ട് എന്ത് വേണമെങ്കിലും ചെയ്യാം, എത്ര പൈസ വേണമെങ്കിലും തരാം എന്നൊക്കെ പറയണം എന്ന് പറയുക. അന്നേരം ഹരി പറയുന്നുണ്ട്, എന്നെ പോലീസിനെ കാട്ടിക്കൊടുക്കാനുള്ള മനസ്സൊന്നും അവൾക്കുണ്ടാകുകയില്ല, പിന്നെ അവൾ ഫോൺ എടുത്തിട്ടുണ്ടെങ്കിൽ ബാക്കി കാര്യം ഞാൻ ഏറ്റു, അവളെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഞാൻ മനസ്സിലാക്കിക്കോളാം, നീ ടെൻഷനൊന്നും ആകണ്ട എന്നൊക്കെ പറയുന്നു. എന്നാൽ ആയിക്കോട്ടെ എന്ന് പറയുവാണ്. നീ മറ്റവനെ വിളിച്ചോ, നരേനെ വിളിച്ചായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ അവനെ ഒന്ന് വിളിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. ഹരി ഭയങ്കര കൂളാട്ടോ. അവനെ ഏതാണ്ട് ദൈവതുല്യം കണ്ടേക്കുന്ന പോലെയാണ് ശരണ്യ അവൻ്റെ സംസാരത്തിൽ നിന്ന്. അവനെ പോലീസിനെ കാട്ടി കൊടുക്കില്ല പോലും. ഇത്രയൊക്കെ ചെയ്തിട്ടും അവന് യാതൊരു പേടിയോ ഭയമോ കുറ്റബോധമോ ഒന്നുമില്ല. പൈസ കൊടുത്ത് എല്ലാം ഒതുക്കിയേക്കാം, അവൾ എന്നെ കാണിച്ചു കൊടുക്കില്ല എന്നുള്ള രീതിയിൽ തന്നെ നിൽക്കുന്നു. പിന്നെ നേരം വെളുത്തതാണ് കാണിക്കുന്നത്. രാവിലെ എഴുന്നേറ്റ് വന്ന് അലീനെ പത്രം എടുക്കുന്നുണ്ട്. പത്രം എടുത്തിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്കും ബാലേന്ദ്രൻ എഴുന്നേറ്റ് വരും. അതെന്താ അച്ഛൻ നേരത്തെ എഴുന്നേറ്റത് എന്ന് ചോദിക്കുമ്പോൾ, ഞാൻ നേരത്തെ എഴുന്നേറ്റു എന്ന് പറഞ്ഞാൽ പത്രമൊക്കെ മേടിച്ച് കൈ പിടിച്ച് മറിച്ച് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ഫോൺ കോൾ വരുന്നത്. അത് എടുക്കുമ്പം പാലാ പോലീസ് സ്റ്റേഷനിലെ SI ആണ്. അങ്ങേര് ബാലേന്ദ്രനാണോ എന്ന് ചോദിക്കും. അതേന്ന് പറയും. തൻ്റെ മകനാണോ
രോഹിത് ബാലേന്ദ്രൻ എന്ന് ചോദിക്കും. അതേന്ന് പറയും. അവൻ വീട്ടിലുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഉണ്ടെന്നും പറയും. അന്നേരം എന്താ സാറേ എന്ന് ചോദിക്കുമ്പോൾ അത് ഞാൻ അങ്ങോട്ട് വരുമ്പം പറയാം എന്ന് പറയുക. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, സാറേ ടെൻഷൻ എടുപ്പിക്കാത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ പറ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പ്രശ്നമൊക്കെ ഞാൻ അവിടെ വരുമ്പം പറയാം, താൻ ഫോം വയ്ക്കുക, തൻ്റെ മോൻ അവിടെ ഉണ്ടോ എന്നറിയാൻ വേണ്ടി വിളിച്ചതാ എന്ന് പറയും. എന്നിട്ട് ഫോം വെച്ച് കഴിയുമ്പോഴത്തേക്കും ബാലേന്ദ്രൻ ആകെ ടെൻഷൻ. അലീനയൊക്കെ എന്താ വെച്ചാൽ എന്ന് ചോദിക്കുമ്പം പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് വിളിച്ചത്, അവർ രോഹിത് ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ചു. എന്നെ നന്നായിട്ട് അറിയാവുന്ന SI ആണ് ഇപ്പോൾ വിളിച്ചത്, പക്ഷേ അയാൾ ഇപ്പം യാതൊരു പരിചയവും കാണിക്കുന്നില്ല, എന്തോ പ്രശ്നമുണ്ടല്ലോ മോളെ എന്നിങ്ങനെ പറയുക. എന്തെങ്കിലും അലീന പറയുന്നുണ്ട്, എന്തോ പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ അവരിങ്ങനെ രാവിലെ വിളിക്കില്ലല്ലോ അച്ഛാ എന്ന് പറയുമ്പം നീ പോയി രോഹിത് റൂമിലുണ്ടോ എന്ന് നോക്കി അവനോട് പെട്ടെന്ന് എഴുന്നേക്കാൻ പറ എന്ന് പറയുന്നു. അലീന നേരെ രോഹിത്തിൻ്റെ റൂമിലേക്ക് പോവാട്ടോ. എന്താണേലും പാവം ബാലേന്ദ്രൻ, അങ്ങേരുടെ നിപ്പും പണ്ടൊക്കെ കാണുമ്പോൾ നമുക്കും പാവം തോന്നും. ഈ സമയം അവൻ രാവിലെ കിടന്ന് സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുക. അവൻ ഏതോ കാട്ടിക്കിടെയൊക്കെ പോകുന്ന ഏതോ ഒരു പെൺകൊച്ച് തിരിഞ്ഞു നിൽക്കുന്നു. പയ്യെ പോയി തൊട്ട് നോക്കുമ്പോൾ അലീനയാണ്. പേടിച്ച് പറിച്ച് അവൻ ചാടി എഴുന്നേൽക്കുന്നു. ഇതൊക്കെ തന്നെയാണ്. ഇത്ര പേടിയുള്ളവൻ ഈ പരിപാടിക്ക് പോകേണ്ട കാര്യം ഉണ്ടായിരുന്നു. മര്യാദയ്ക്ക് വീട്ടിലിരുന്നാൽ പോരായിരുന്നു. എത്ര തവണ ഉപദേശിച്ചത് അലീന സഹിതം. ഏതായാലും അപ്പോഴത്തേക്കും അലീന ഡോറെ വന്ന് തട്ടും. എഴുന്നേറ്റ് വന്നിട്ട് അവൻ അലീനയോട് ദേഷ്യപ്പെടുക. രാവിലെ കിടന്ന് ഉറങ്ങാൻ പോലും സമ്മതിക്കുകയില്ല. നിനക്ക് എന്നാടി വേണ്ടേ എന്ന് ചോദിക്കുമ്പം നിന്നെ അച്ഛൻ വിളിക്കുന്നുണ്ട് എന്ന് പറയും. അച്ഛൻ എന്തിനാ വിളിക്കുന്നത്? ഇന്നലെ രാത്രി കണ്ടതല്ലേ, പോയി പണി നോക്കാൻ പറ എന്നാവൻ പറയുന്നത്. അന്നേരം പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചു അച്ഛനെ, നീ ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ചു, എന്തെങ്കിലും ഒപ്പിച്ച് വെച്ചിട്ടുണ്ടോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഉണ്ടെങ്കിൽ തുറന്ന് പറയുമെന്ന് പറയുമ്പോൾ അച്ഛനെയാണോ വിളിച്ചത്, പോലീസ് വിളിച്ചോ, അവരിങ്ങോട്ട് വരുമോ എന്നൊക്കെ പേടിയോടെ ചോദിക്കുക. അന്നേരം അവന് പേടി വന്നു തുടങ്ങി. അന്നേരം അതെ, എന്താ രോഹിത്തെ, നീ എന്താ ചെയ്തു വെച്ചേക്കുന്നത്, എന്താണെങ്കിലും തുറന്ന് പറയും, ഇനി സമയമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ നീ അങ്ങ് മാറ് എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ബാഗ് എടുക്കുന്നു. ബാഗിലേക്ക് കുറേ ഡ്രസ്സൊക്കെ എടുത്ത് വെക്കുന്നു. അത് താഴെ പോകുന്നുണ്ട്, പിന്നെ എടുത്ത് വെക്കുന്നു, എന്തൊക്കെയോ പെറുക്കി കൂട്ടി വെക്കുന്നുണ്ട് ബാഗിലോട്ട്. എന്നിട്ട് ഇറങ്ങി പോകാൻ തുടങ്ങുമ്പോൾ നീ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് ചോദിക്കും അലീന. എന്നിട്ട് നിന്നോട് മാറി നിൽക്കാനല്ലേ പറഞ്ഞേ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് ഇറങ്ങി പോരുന്നു. നേരെ താഴെ വരെ എത്തുമ്പോൾ അവൻ വേറെ എന്തോ മറന്നുപോയി. അവൻ നേരെ പിന്നെയും തിരിച്ചു കയറി വരും. ഈ സമയം പോലീസ് അവരുടെ വീട്ടിലോട്ട് നെടുമ്പുരയ്ക്കിലേക്ക് എത്തുന്നുണ്ട്. ഒരു വണ്ടിയിൽ പോലീസുകാരും ഉണ്ട്, മറ്റൊരു വണ്ടിയിൽ ഈ അവന്മാരെ 3 എണ്ണത്തിനെയും കൂട്ടിക്കൊണ്ട് തന്നെ ഇങ്ങോട്ട് വന്നേക്കുന്നത്. ലാസ്റ്റ് ആളായിട്ട് നമ്മുടെ രോഹിത്തിൻ്റെ അടുത്തേക്ക് എത്തുവാണ്. മിക്കവാറും രോഹിത്തിൻ്റെ പേരൊട്ടി കൊടുത്തത് അവന്മാരായിരിക്കും. എന്താണേലും ബാഗിൽ എല്ലാ സാധനങ്ങളും വാരി പെറുക്കിയിട്ട് അവൻ ഓടി താഴോട്ട് വരുമ്പം ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, നീ എങ്ങോട്ട് പോവാണ് എന്ന്. അവൻ ജനലിക്കട് നോക്കുമ്പോൾ പോലീസുകാരെല്ലാം മുറ്റത്ത് നിൽക്കുന്ന കാണും. അന്നേരം വാതിൽ ഓർക്കണ്ട എന്ന് പറഞ്ഞാൽ അവൻ പുറവശത്തോടെ ഇറങ്ങി ഓടാൻ തുടങ്ങുവാണ്. അന്നേരം ഫ്രണ്ടിൽ നിൽക്കുന്ന SIക്ക് ഏകദേശം കാര്യം ഊഹിക്കാമല്ലോ, അതുകൊണ്ട് പോലീസുകാരെ ബാക്കിലോട്ടും വിട്ടിട്ടുണ്ടായിരുന്നു. ഇവൻ ബാക്കിലൂടെ ഇറങ്ങി ഓടാൻ തുടങ്ങുമ്പോഴേക്കും പോലീസുകാർ അവിടെ ചെല്ലും. ഇവനെ ഓടിച്ചിട്ട് പിടിക്കും. അവിടുന്ന് വലിച്ചഴിച്ച് ഫ്രണ്ടിലോട്ട് കൊണ്ടുവരുന്നുണ്ട്. ഈ സമയം SI ഫ്രണ്ടിലെ കോളിംഗ് ബെല്ലടിക്കും. ഈ ബഹളമൊക്കെ കേട്ട് രാവിലെ തന്നെ കൃഷ്ണമോളും ബബുതി എഴുന്നേറ്റു. ബബുതിയാണ് വന്ന് ഡോറ് തുറക്കുന്നത്. പോലീസിനെ കാണുമ്പോൾ ബബുതി പേടിച്ചു പോകുന്നുണ്ട്. അന്നേരം SI ചോദിക്കും, രോഹിത് ഇവിടെ ഇല്ലേ എന്ന്. അന്നേരം ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോഴേക്കും എന്നാൽ അവനെ വിളിക്കുക എന്ന് പറഞ്ഞ് SI അകത്തോട്ട് കയറി വരുന്നു. എല്ലാവരും പേടിച്ച് നിൽക്കുവാണ്. അന്നേരം SI ചോദിക്കുന്നുണ്ട് ബാലേന്ദ്രനോട്, തൻ്റെ മോൻ എന്ത് ചെയ്യടോ, ഇവിടെ ഇല്ലേ എന്ന്. അന്നേരം എല്ലാവരും ഇങ്ങനെ പകച്ച് നിൽക്കുവാണ്. കാരണം അവൻ ബാക്ക് വശത്തോട്ട് ഇറങ്ങി ഓടിയല്ലോ. അപ്പോഴത്തേക്കും ബാക്കിയുള്ള പോലീസുകാർ അവനെ പുറകിൽ നിന്ന് പിടിച്ച് വലിച്ചഴിച്ച് റൂമിലേക്ക് ഫ്രണ്ടിലോട്ട് കൊണ്ടുവരുന്നുണ്ട്. അന്നേരം രോഹിത്തിനെ കാണുന്ന SI രോഹിത്തിനോട് ചോദിക്കുന്നുണ്ട്, നീ എന്തിനാണ് ഞാൻ പോലീസുകാരെ കണ്ടപ്പോൾ ഇറങ്ങി ഓടിയത്, നീ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന്. അന്നേരം ഇല്ല, ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയും. ആദ്യം കുറേ മിണ്ടാതിരിക്കുക. അന്നേരം മൊന്ത തീർത്തോർണം കൊടുക്കും. അത് കഴിഞ്ഞാൽ ചോദിക്കുന്നത്, നിനക്കെന്താ സംസാരിക്കാൻ മേലെയെന്ന്. അന്നേരം ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറയും. അങ്ങനെ ചെയ്തിട്ടില്ല പിന്നെ നീ എന്തിനാണ് ഞങ്ങളെ കണ്ടപ്പോൾ ഇറങ്ങി ഓടിയത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ചോദിക്കുവാണ്, നീ ഇന്നലെ മേലുകാവിൽ ഒരു വീട്ടിൽ ഒരു പെൺകുട്ടിയെ റേപ്പ് ചെയ്യാനായിട്ട് പോയായിരുന്നു എന്ന്. അത് കേൾക്കുന്നത് ആകെ തളർന്നു പോവാണ് ബാലേന്ദ്രൻ. അതുപോലെ കൃഷ്ണമോളും ബബുതിയും ഒക്കെ നിൽപ്പില്ലേ. അന്നേരം പോലീസ് എടുത്തു ചോദിക്കുന്നുണ്ട്, നിൻ്റെ പെങ്ങന്മാരല്ലേ നിൽക്കുന്നത്, ഇവരെ പോലെ ഒരു പെണ്ണിനെയാണ് നീ ഇന്നലെ പോയി റേപ്പ് ചെയ്തത്, നിനക്കൊക്കെ എങ്ങനെയാണ് അതിന് മനസ്സ് വന്നത് എന്ന് ചോദിക്കുവാണ്. അന്നേരം ബാലേന്ദ്രൻ അങ്ങ് നാണം വരുവാട്ടോ. ബാലേന്ദ്രൻ ആകെ വിഷമിച്ച് നിൽക്കുന്നു. SI ആണെങ്കിൽ രോഹിത്തൊന്നും മിണ്ടാതെ നിൽക്കുന്നുണ്ട്. രോഹിത്തിൻ്റെ കാരണം തീർത്ത് 3 ആളെണ്ണം കൊടുക്കുന്നുണ്ട്. അന്നേരം വിഷമം തോന്നിയിട്ട് ബാലേന്ദ്രൻ, സാറേ ഇവിടെ വെച്ചിത് വേണോ, അവനെ നിങ്ങൾ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോക്കോ എന്ന് പറയും. അന്നേരം ബാലേന്ദ്രനോട് പോലീസ് ചോദിക്കുവാണ്, അതെന്താ തനിക്ക് നാണം വരുന്നുണ്ടോ തൻ്റെ പെമ്മക്കളുടെ മുമ്പിൽ വെച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാൻ? എടോ, തൻ്റെ ഈ പെമ്മക്കളെ ആരെങ്കിലും പിടിച്ചുകൊണ്ട് പോയി ഇതൊക്കെ ചെയ്താൽ തനിക്ക് സഹിക്കാൻ പറ്റുമോ? പറ്റിയല്ലോ. അതുപോലെ തന്നെ ആ പെണ്ണിനും തന്നെ പോലെ ഒരു തന്തയും തള്ളയും ഉള്ളതാണ്. ആ പെങ്കൊച്ചിനെയാണ് ഇവന്മാരെല്ലാം കൂടി റേപ്പ് ചെയ്തത്. ഒറ്റയ്ക്കല്ല, 4 പേര് കൂടിയാണ് ഗ്യാങ് റേപ്പ് നടത്തിയത്. ബർത്ത്ഡേ പാർട്ടിക്കാണ് എന്ന് പറഞ്ഞ് കൂടെ കൂട്ടിക്കൊണ്ട് പോയതാണ്. രാവിലെ കൊണ്ടുപോയി 3 മണി വരെ ഇവന്മാർ ആഘോഷിക്കുമായിരുന്നു എന്നൊക്കെ പറയുമ്പോഴേക്കും ബാലേന്ദ്രൻ അങ്ങ് സഹിക്കാൻ പറ്റുന്നില്ലേ. ഇത് കേട്ടുകൊണ്ട് നിൽക്കുന്ന ബബിതിക്കും ആകെ ടെൻഷനാകുന്നു.
അവൾ ഇതിനേക്കാൾ വലിയ ഭൂലോക ഫ്രോഡായതുകൊണ്ട് തന്നെ അവൾക്കത് കേട്ടുകൊണ്ട് നിൽക്കാൻ പറ്റുന്നില്ല. അവൾ പെട്ടെന്ന് അവളുടെ റൂമിലേക്ക് പോയി വാതിൽ അടയ്ക്കുന്നുണ്ട്. ഇതിനിടയ്ക്ക് ബാലേന്ദ്രൻ ഇടയ്ക്ക് നെഞ്ചുവേദന വരുന്നുണ്ട്. ബാലേന്ദ്രൻ നെഞ്ചിലിങ്ങനെ അമർത്തി പിടിക്കുന്നൊക്കെ ഉണ്ട്. അതുപോലെ ഇങ്ങനെ ബാലേന്ദ്രൻ ആകെ വിഷമിച്ച് നിൽക്കുമ്പം ഇവൻ തന്നെയല്ല വേറെ 4 പേരുണ്ടെന്ന് പറഞ്ഞില്ലേ, അവന്മാരെ കാണിച്ചു തരാമെന്ന് പറയുന്നു. കോൺസ്റ്റബിൾസിനോട് അവരെ വിളിച്ചുകൊണ്ട് വരാൻ പറയുവാണ്. അവരെ വണ്ടിയിൽ നിന്ന് വിളിച്ചുകൊണ്ട് വരുമ്പം അവന്മാർക്ക് വലിയ വിഷമോ സങ്കടമൊന്നും ഇല്ല കേട്ടോ. അവന്മാർ കൂളായിട്ട് ഇറങ്ങി വരുന്നു. ഹരി അവിടെ തന്നെ ഇരിക്കുമായിരുന്നു. അന്നേരം നിനക്ക് ഇറങ്ങി വന്നെങ്കിൽ താലപ്പൂലി എടുക്കണോടാ എന്ന് ചോദിച്ച് ദേഷ്യപ്പെടുമ്പം ഹരി ഇറങ്ങി വരുന്നുണ്ട്. ഹരിക്കും വലിയ പേടിയും ടെൻഷനൊന്നും അവൻ്റെ മുഖത്തും കാണുന്നില്ല. ഏതായാലും അതുങ്ങളെല്ലാം വിളിച്ച് വീടിൻ്റെ ഉള്ളിലോട്ട് കയറ്റിക്കൊണ്ട് വരുന്നു. അന്നേരം ഇങ്ങനെ ആകെ ടെൻഷൻ അടിച്ച് പേടിച്ച് തളർന്ന് ഇങ്ങനെ നോക്കി നിൽക്കുന്ന ബാലേന്ദ്രനെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു.